ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഒരു മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ്. ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ തിളപ്പിച്ചെടുക്കണം. അതായത് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളയ്ക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും മാങ്ങ. ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ഇട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും മാങ്ങ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ തൈരൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാങ്ങയുടെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു വെന്തപ്പോൾ. എന്നിട്ട് ഈ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് അധികം തിളപ്പിക്കുകയൊന്നും വേണ്ട. ആ ചൂടുള്ള മാങ്ങയിലേക്ക് തന്നെ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇതിലേക്കൊരു വറവും കൂടി ഇട്ടാൽ മതി. തൈര് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഞാനിവിടെ തൈര് ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് വറുത്തിട്ടാൽ മതി. കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.